നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൽ ഒരു അഡീഷണൽ റിലേ കൊടുത്തു കഴിഞ്ഞാൽ വെട്ടം കൂടുതൽ കിട്ടും. അതായത് വെട്ടം കുറവുള്ള ബൾബാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിലേ ഇട്ട് കഴിഞ്ഞാൽ വെട്ടം കൂടാനുള്ള ചാൻസ് ഉണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ജോർജ് കുട്ടി സുനിലാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഇതിന് റിലേ വെച്ച് കൊടുത്താൽ ബ്രൈറ്റ്നസ് കൂടുവോ? അതായത് ഞാനൊരു LED ബൾബ് എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരു 1.5-2 വർഷം മുമ്പ് അങ്ങാണ്ട് ഞാൻ ചെയ്തൊരു ബൾബിൻ്റെ ഒരു കമൻറ്റാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നൈറ്റ് ഐ എന്ന് പറയുന്നൊരു ഹെഡ്ലൈറ്റ് ഞാൻ മേടിച്ചായിരുന്നു. ആമസോണിൽ നിന്നാണെന്ന് തോന്നുന്നു, ഞാൻ കൃത്യം ഓർക്കുന്നില്ല. മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വെട്ടോ എന്ന് പറയുന്നൊരു സാധനം ഇല്ലായിരുന്നു, അതുപോലെ മടുപ്പായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയ്ക്ക് ചോദിച്ചിരിക്കുന്നൊരു കമൻറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പേർക്കെങ്കിലും സംശയം കാണുമായിരിക്കും. നമ്മുടെ വാഹനത്തിൽ ഒരു ഹെഡ്ലൈറ്റിൻ്റെ റിലേ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ കാണുന്ന യൂണിറ്റാണ് റിലേ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു റിലേ, ഇതൊരു വയറിംഗ് കിറ്റ് വിത്ത് റിലേ ആണ്. അതായത് റിലേ മാത്രമല്ല വരുന്നത്, ഇതാണ് റിലേ എന്ന് പറയുന്ന യൂണിറ്റ്, ഇതതിൻ്റെ വയറിംഗ് കിറ്റാണ്. ഇങ്ങനൊരു റിലേ പ്ലസ് വയറിംഗ് കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ വെട്ടം കൂടുമോ? ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരെണ്ണം മേടിച്ച് വെച്ചാൽ പോരെ, പണി തീർന്നില്ലേ? ഒരു കാരണവശാലും റിലേ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം കൂടാൻ പോകുന്നില്ല. അപ്പോൾ ശരിക്കും എന്താണ് ഈ റിലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ശരിക്കും റിലേ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത്? ഈ കാണുന്നതാണ് റിലേ യൂണിറ്റ്, ഇതതിൻ്റെ വയറിംഗ് കിറ്റ്. അപ്പോൾ റിലേ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്ററി എന്നുള്ള ഡയറക്റ്റ് കറണ്ട്, അതായത് നമ്മൾ പലപ്പോഴും ഹെഡ്ലൈറ്റിലോട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഫ്യൂസ് റിലേ കാര്യങ്ങളൊക്കെ കയറിയിട്ടായിരിക്കും ഹെഡ്ലൈറ്റിലോട്ട് വരുന്നത്. ആ വയറിൻ്റെ ഗേജ് കുറവായിരിക്കും. അതായത് ആ വയർ, അതായത് നമ്മുടെ വാഹനത്തിൽ 55 വാട്ട്സിൻ്റെ ഒരു ബൾബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 55 വാട്ട്സ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വയർ മാത്രമേ അതിൽ കൊടുക്കത്തുള്ളൂ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 100 വാട്ട്സിൻ്റെയാണ് വരുന്നത്, അല്ലെങ്കിൽ 120 വാട്ട്സിൻ്റെയാണ് ഈ വരുന്നത്. അപ്പം ഈ ഒരു വയറിൻ്റെ കനം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അതിൻ്റെ തിക്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. അതായത് വാട്ട്സ് കൂടുന്ന സമയത്ത് ഇവിടെ ഹീറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മുടെ 55 വാട്ട്സ് ഉള്ളൊരു ബൾബിൻ്റെ ഹോൾഡറിൽ നമ്മളൊരു 100 വാട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ആ വയറിങ് ഉരുകാൻ തുടങ്ങും. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹോൾഡറിലോട്ട് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹോൾഡറിലോട്ട് വരുന്ന ഈ ഒരു വയർ, നമുക്ക് ഈ കാണുന്ന ഇതാണ് ഒരു ഹോൾഡർ എന്ന് പറയുന്നത്, ഹെഡ്ലൈറ്റിൻ്റെ ഹോൾഡർ. ഈ ഒരു ഹോൾഡറിലോട്ട് ഈ വരുന്ന വയർ ഉരുകാൻ തുടങ്ങും നമ്മളൊരു 55 വാട്ട്സിൻ്റെ ഹോൾഡറിൽ ഒരു 100 അല്ലെങ്കിൽ 110 വാട്ട്സിൻ്റെ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരു റിലേ പിടിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ വെട്ടം കൂടാൻ പോകുന്നില്ല. കറണ്ട് കുറച്ചുകൂടെ കറക്റ്റായിട്ട് അവിടെ ചെല്ലും. അതായത് വേറെ ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഡയറക്റ്റ് ഒരു ബാറ്ററിയുടെ പോസിറ്റീവാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, ഇത് ഡയറക്റ്റ് ബാറ്ററിയുടെ പോസിറ്റീവ് എടുക്കാനുള്ള ലൈനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതപ്പോൾ ഡയറക്റ്റായിട്ട് ആ ബാറ്ററിയുടെ ലൈനിൽ നിന്ന് നേരെ ഹെഡ്ലൈറ്റിലോട്ടായിരിക്കും വരുന്നത്. അപ്പം ആ ഒരു ത്രൂ വഴി, അതായത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ബാറ്ററിയുടെ കറക്റ്റ് വോൾട്ടേജ് ഇവിടെ കിട്ടുന്നതായിരിക്കും. 12 വോൾട്ട് കിട്ടുന്നുണ്ട്, വാട്ട്സിന് വ്യത്യാസം വരത്തില്ല. ഈ പറയുന്ന പോലെ ലൈനും ഉരുകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും നമ്മളൊരു ഹെഡ്ലൈറ്റിലെ LED ബൾബിന് വെട്ടം ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് റിലേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടം കൂടത്തില്ല. അതൊരു തെറ്റായ ധാരണയാണ്.